നമസ്കാരം. രക്തസാക്ഷി മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. അതൊരു സത്യമാണ്. അതുപോലെ തന്നെ ഒരു രക്തസാക്ഷിത്വവും പാഴായി പോയിട്ടുമില്ല. അത് ചരിത്രമാണ്. ചരിത്രം പരിശോധിച്ചാൽ അക്കാര്യം നമുക്ക് ബോധ്യപ്പെടും. ആയത്തുല്ലാ അലി ഖംനായി ധീര രക്തസാക്ഷിയാണ് എന്ന് അദ്ദേഹം മരിച്ചപ്പോൾ നിരവധി ആളുകൾ അഭിപ്രായപ്പെട്ടു. ചില ആളുകളൊക്കെ അതിനെ എതിർത്തും രംഗത്തെത്തി. എന്തായാലും അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം പാഴായി പോയിട്ടില്ല. അദ്ദേഹമാണ് ശരിയെന്ന് പിന്നിട്ട ദിവസങ്ങളൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആയത്തുല്ലാ അലി ഖംനായുടെ എക്സ് അക്കൗണ്ട് അതിലൊരു കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആരോ എക്സ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ് ശരി എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ആ എക്സ് അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടു. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഇസ്രായേലും അമേരിക്കയും ഒക്കെ ചെയ്ത കൊടിയ പാപത്തിന്റെ ശിക്ഷയാണ് ഇപ്പോൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ആ കുറിപ്പിൽ അദ്ദേഹം ലോകത്തെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അത്ര ശക്തമായ തിരിച്ചടി ഇസ്രായേലിനും അമേരിക്കയ്ക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. യുദ്ധം തുടങ്ങി ഇന്നേക്ക് 8ാമത്തെ ദിവസമാണ്. ഇന്നലെ മുതൽക്കാണ് ഇറാന്റെ തിരിച്ചടികളുടെ രൂപം മാറിയത്, ഭാവം മാറിയത്. അതുപോലെ തന്നെ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഇറാനിൽ തിരിച്ചടികൾ ലഭിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. ശക്തമായ തിരിച്ചടിയും വലിയ നാശനഷ്ടങ്ങളും ഇറാനകത്തുണ്ടായിട്ടുണ്ട്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. അതൊക്കെ സത്യമാണ്. അതേസമയം അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കാൻ ഇറാന് കഴിയുന്നുണ്ട്. മാത്രമല്ല, പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട റഡാർ സംവിധാനങ്ങളെ ഇറാൻ ആക്രമിച്ച് തകർത്തു എന്ന വാർത്ത ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. ഞാനതൊരിക്കൽ പറഞ്ഞതാണ്. ഇത് ഗൾഫ് മേഖലയിലേക്കുള്ള ഇറാന്റെ ആക്രമണത്തിന്റെ ശക്തി, പ്രഹരം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അമേരിക്ക എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള വളരെ ഗുരുതരമായ രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നതിനാൽ ഇപ്പോൾ കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരം പുറത്തു വരികയാണ്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ ഇറാന്റെ ഈ തിരിച്ചടിയുടെ രൂപം മാറി എന്ന് ഞാൻ പറഞ്ഞു. ഇത് റഷ്യയുടെ ഇടപെടൽ നല്ല രീതിയിൽ തന്നെ ഇറാന് വേണ്ടി നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഒരു തിരിച്ചടിയുടെ രൂപം മാറാനുണ്ടായ സാഹചര്യം എന്നാണ് പല പ്രമുഖരും നിരീക്ഷിക്കുന്നത്. അതായത് റഷ്യയുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, രഹസ്യമായിട്ടുള്ള വിവരങ്ങൾ ഇറാന് റഷ്യ ചോർത്തി നൽകി തുടങ്ങിയിട്ടുണ്ട്. ചൈനയും ഇവിടെ ശക്തമായ രീതിയിൽ തന്നെ ഈ യുദ്ധത്തിൽ ഇടപെടുന്നുണ്ട്. പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും വളരെ രഹസ്യമായി എല്ലാവിധ സഹായവും ഇപ്പോൾ ഇറാന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ രൂപവും ഭാവവും ഒക്കെ മാറാൻ വഴിയൊരുങ്ങിയത് എന്ന വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും രൂപം മാറിയ, ഭാവം മാറിയ ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനകത്തേക്ക് നടത്തുന്ന ആക്രമണങ്ങൾ അത് അതിശക്തമാണ്. തെക്കൻ ഇസ്രായേലിൽ കഴിഞ്ഞ ദിവസം രാത്രി ഇറാൻ നടത്തിയ ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്ന് നിലംപരിശായിട്ടുണ്ട്, തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ജെറുസലേമിലേക്കും ടെല്ലവീവിലേക്കും ഒക്കെ വലിയ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഈ 2 ദിവസത്തിനുള്ളിൽ 4ഓ 5ഓ ആക്രമണങ്ങൾ തുടർച്ചയായി ഇറാൻ ഇസ്രായേലിനകത്തേക്ക് നടത്തിയിട്ടുണ്ട്. ഇറാന്റെ പുതിയ ആയുധങ്ങൾ ഇറാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈന ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നടത്തിയ ഒരു പ്രതികരണമുണ്ട്. അതായത് ഇറാന്റെ പക്കൽ ഒരു രഹസ്യായുധമുണ്ട്. ഈ രഹസ്യായുധം ഇറാൻ എടുത്താൽ ഇസ്രായേലിന് സർവനാശമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അത് ഇറാനെ കൊണ്ട് എടുപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ചൈന പറയുന്നത്. അതായത് ഇതുവരെ ആ ആയുധം എടുത്തിട്ടില്ല. ആ ആയുധം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഏറെക്കുറെ ഒരു പരുവമായിട്ടുണ്ട്. ഇനി ആ ആയുധം കൂടെ എടുത്താലുള്ള സ്ഥിതി എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അത് എടുക്കാതിരിക്കട്ടെ, അതിനു മുന്നേ സമാധാനം ഉണ്ടാകട്ടെ, യുദ്ധം അവസാനിക്കട്ടെ, ഇവിടെ മധ്യസ്ഥർക്ക് അത് അവസാനിപ്പിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.